ഹലോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം? കുറേ ദിവസമായില്ലേ കണ്ടിട്ട്. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത്, നമ്മുടെ കർക്കിടകമൊക്കെ അല്ലേ, അപ്പോൾ നമ്മുടെ ഇലകളിലൊക്കെ നല്ലോണം മരുന്ന് കൂടുന്ന സമയമൊക്കെ ആണല്ലോ. അപ്പോൾ 10 തരം ഇല വെച്ചിട്ട് ഉപ്പേരി ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതാണ് ഇന്നത്തെ ടാസ്ക്. അപ്പോൾ 10 തരം ഇല നമുക്ക് എടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ എടുക്കുന്നത് പൊന്നാങ്കണ്ണിയാണ് കേട്ടോ. ചെറിയ പൊന്നാങ്കണ്ണിയാണ്. അപ്പോൾ ചെറിയ പൊന്നാങ്കണ്ണി നമുക്ക് കുറച്ച് പറിക്കാം. അപ്പോൾ വീടിന് ചുറ്റുമുള്ള ഇലകളാണ് കേട്ടോ എടുക്കുന്നത്. 10 കിട്ടുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പൊന്നാങ്കണ്ണി കുറച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര പൊന്നാങ്കണ്ണി എടുത്തു കേട്ടോ. അപ്പോൾ കുറച്ച് മതിയല്ലോ എല്ലാം. ഇനി അടുത്തതായിട്ട് എടുക്കുന്നത് പയറിൻ്റെ ഇലയാണ്, രണ്ടാമത്തത്. അപ്പോൾ അപ്പുറത്തെ വശത്ത് കുറച്ചും കൂടി ഉണ്ട് പയർ. അപ്പോൾ ഇവിടെ പയർ ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ തൂമ്പ് ഞാൻ ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ ചീര എല്ലാവർക്കും അറിയണമെന്നില്ല, വളരെ കുറച്ച് ആൾക്കാർക്ക് അറിയുള്ളൂ കേട്ടോ. എന്നാലും നല്ല ഉപകാരമുള്ള ഒരു ചീരയാണ് കേട്ടോ ഇത്. കണ്ണിനൊക്കെ കാഴ്ച ശക്തിക്കൊക്കെ വളരെ നല്ല ചീരയാണ് ഇത്. നമ്മുടെ ചുമന്ന ചീര. കുറേ പുഴുക്കുത്തൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നല്ല ഭാഗം മാത്രം എടുത്തിട്ടുണ്ട്. ഇത് പയറാണ് കേട്ടോ. അപ്പോൾ കുറേ മഴയ്ക്ക് മുന്നേ നട്ടതായിരുന്നു. അപ്പം മഴക്കെല്ലാം പോയി അപ്പം അതിൻ്റെ തൂമ്പ് ഭാഗം മാത്രം എടുക്കാം കേട്ടോ. അപ്പം അതും എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ കാക്കാച്ചപ്പ് കേട്ടോ. കാക്കാച്ചപ്പ് അല്ലാണ്ടേയും ഉപ്പേരി വെക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക്. ഇപ്പോൾ കാക്കാച്ചപ്പും എടുത്തിട്ടുണ്ട്. ഇനി കൂവൻ്റെ ഇല എടുക്കാം. എല്ലാം കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. അടുത്തതായിട്ട് എടുക്കുന്നത് തവരയുടെ ഇലയാണ് കേട്ടോ. തവരയുടെ ഇല അല്ലാണ്ടും അങ്ങനെ വെക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ തൂമ്പ് ഭാഗം മാത്രമേ എടുക്കാൻ പാടൂ, മൂത്ത ഭാഗമൊന്നും എടുക്കണ്ട. മൂത്തതൊക്കെ ഒരു ചമർപ്പായിരിക്കും കേട്ടോ. അപ്പോൾ തവരൻ്റെ ഇലയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പൊന്നാങ്കണ്ണി തന്നെ വലിയ സൈസിലുള്ളത് എടുക്കാം കേട്ടോ. വീടിന് ചുറ്റുള്ള ഇല മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ എന്തായാലും 10 ആക്കണമല്ലോ, അതാണല്ലോ നമ്മുടെ ടാസ്ക്. അപ്പോൾ വലിയ പൊന്നാങ്കണ്ണീൻ്റെ ഇലയും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. അതും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചച്ചീര കുറേ പൂവൊക്കെ വന്ന് പോയിന്, എന്നാലും കുറച്ച് മാത്രം എടുക്കാം. തളിർ ഭാഗം മാത്രം നമുക്ക് എടുത്തിട്ട് പൂവൊക്കെ അങ്ങ് കളയാമല്ലോ. അപ്പോൾ പച്ചച്ചീര എടുക്കുന്നുണ്ട് കേട്ടോ. അതിന് നമുക്ക് മുരിങ്ങയുടെ ഇല എടുക്കാം. മുരിങ്ങയൊക്കെ കുറേ ഉപ്പേരി വെച്ച് എല്ലാം തീർത്തിന്. അപ്പോൾ ഇതാ തളിർ ഭാഗം മാത്രം നമുക്ക് എടുക്കാം. അങ്ങനെ മുരിങ്ങയുടെ ഇലയും എടുത്തു കേട്ടോ. ഇനി നമുക്ക് കുത്തമ്പുല്ലിൻ്റെ ഇല എടുക്കാം കേട്ടോ. ഇതെല്ലാം കൂട്ടത്തിലിട്ടിട്ട് വെക്കുമ്പോഴേ രസം ഉണ്ടാവുള്ളൂ. കുറച്ചേ എടുക്കുന്നുള്ളൂ കേട്ടോ, അധികമൊന്നും എടുക്കുന്നില്ല. ഇനി നമുക്ക് കയ്പ്പൻ്റെ ഇല എടുക്കാം കേട്ടോ. അതും തൂമ്പ് ഭാഗം മാത്രം നമുക്ക് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം 10-12 ഇലയോളം കിട്ടി കേട്ടോ. ചീരേൻ്റെ ഇല തന്നെ 2 തരം, അങ്ങനെ 10-12 ഇലയോളം നമുക്ക് കിട്ടി. അപ്പോൾ കഴിഞ്ഞു കേട്ടോ. ഇത്രയാണ്. അപ്പോൾ 12 കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ഉപ്പേരിയാക്കാം കേട്ടോ. ഞാനും അവിടുന്ന് നടന്ന് വരുന്നുണ്ട് എന്തോ എടുത്തിട്ട്. നോക്കുമ്പോൾ താറാവ് മുട്ടയാണ് കയ്യിൽ. അടുത്തെടുത്തിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ ചീര ഉപ്പേരിയൊന്നും ഞാൻ ഇതിലിടുന്നില്ല, എല്ലാവർക്കും അറിയാമല്ലോ എങ്ങനെയാണ് വെക്കുന്നത് എന്താണെന്നൊക്കെ. അപ്പോൾ ചീര ഉപ്പേരിയൊക്കെ വെച്ചിട്ട് അങ്ങ് കഴിക്കട്ടെ കേട്ടോ. ഇന്ന് കറക്കി കിട്ടിയിട്ടുള്ളത് നത്തൽ മീനാണ് കേട്ടോ. അപ്പോൾ നത്തൽ മീൻ ഇതാ പൊരിച്ച് വെച്ചിട്ടുണ്ട്, കറിയും ആയിട്ടുണ്ട്. അങ്ങനെ ചോറും കറിയൊക്കെ കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.